നന്ദയെ ഡിസ്ചാർജ് ചെയ്തും അമ്മുവാണ് വീട്ടിൽ കൊണ്ടാക്കിയത്. ആരോമൽ വരാമെന്ന് പറഞ്ഞെങ്കിലും താൻ കൊണ്ടുപോയിക്കൊള്ളാമെന്ന് പറഞ്ഞ് അമ്മു അവളെ കൊണ്ടുപോയി. എന്റെ നന്ദ, നീ ഇങ്ങനെ കരഞ്ഞു കരഞ്ഞ അച്ഛനെല്ലാം അറിയിക്കല്ലേ. ഓട്ടോക്കാരന് പൈസ കൊടുത്തിരിഞ്ഞതും അമ്മു പറഞ്ഞു. പെട്ടെന്ന് നന്ദ തന്റെ മുഖം അമർത്തി തുടച്ച്. കരഞ്ഞതിന്റെ ഭാഗമായി അവളുടെ മുഖവും കണ്ണുമെല്ലാം ചുമന്നിരുന്നു. ഇപ്പൊ നിന്നെ കണ്ട എല്ലാ അച്ഛനും മനസ്സിലാവും, വാ ഇങ്ങോട്ട്. അതും പറഞ്ഞ് അമ്മ അവളെ വലിച്ച് വീടിന്റെ പുറകുവശത്തായുള്ള പൈപ്പിനടുത്തേക്ക് കൊണ്ടുപോയി. മുഖം കഴുകു. ടാപ്പ് തുറന്ന് നന്ദ മുഖം കഴുകി. കോളേജിലെ സംഭവങ്ങൾ മനസ്സിലേക്ക് ഇരച്ചു കയറിയതും അവളുടെ കണ്ണുകൾ വീണ്ടും നിറയാൻ തുടങ്ങി. നന്ദമോളെ കരയില്ലേ, അച്ഛനറിഞ്ഞ ആകെ തളർന്നു പോകട്ടോ. നന്ദ ഷോൾ കണ്ട് തന്നെ മുഖം അമർത്തി തുടച്ചു. അമ്മു അലിവോടെ അവിടെ അടികിട്ടിയ പാടിൽ തലോടി. വേദന ഉണ്ടോടാ? ഏയ് ഇല്ല. പാട് വീണിട്ടുണ്ട്, അച്ഛൻ കാണണ്ട. അതും പറഞ്ഞ് അമ്മയുടെ മുടി ഫ്രണ്ടിലേക്കായി ഇട്ടു. അമ്മു നന്ദയുടെ കൈ പിടിച്ചു വലിച്ച് ഫ്രണ്ടിലേക്ക് വന്ന് വാതിൽ തുറന്ന് അകത്ത് കയറിയതും കാണുന്നത് സെറ്റിലായിരുന്ന ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന മോഹനെയാണ്. വാതിൽ തുറന്ന ശബ്ദം കേട്ട് അയാൾ പുസ്തകത്തിൽ നിന്ന് മുഖമുയർത്തി നോക്കി. എന്താ മക്കളെ, ഇന്ന് കോളേജില്ലായിരുന്നോ? മുഖത്തുനിന്ന് കണ്ണടയൂരി അയാൾ ചോദിച്ചു. നന്ദക്ക് ഭയങ്കര തലവേദന, അതുകൊണ്ട് ഞങ്ങളിങ്ങ് പോകുന്നു. പെട്ടെന്ന് അമ്മ ഒരു കള്ളം പറഞ്ഞു. എന്താ മോളെ, എന്തു പറ്റി? പെട്ടെന്ന് അയാൾ എണീറ്റ് ആകുലതയോടെ നന്ദയുടെ തലയിലായി തലോടി ചോദിച്ചു. പേടിക്കാനൊന്നുമില്ല അച്ഛാ, ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് വാങ്ങി, അത് കഴിച്ചാൽ മതി, അമ്മു പറഞ്ഞു. മോള് പോയി കുറച്ചു നേരം കിടക്ക്. അതിന് നന്ദ ഒന്ന് മൂളി. അമ്മു നന്ദയെ കൂട്ടിക്കൊണ്ടുപോയി റൂമിലാക്കി. ദേ നന്ദ, നീ ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് ആലോചിച്ച് കൂട്ടല്ലേ, മരുന്നൊക്കെ സമയത്തിന് കഴിക്കണം കേട്ടോ. നാളെ രാവിലെ ഞാൻ ഇവിടേക്ക് വരാം, നമുക്ക് ഒരുമിച്ച് ഇവിടുന്ന് പോകാം കോളേജിലേക്ക്. ഞാൻ വരണോ? വരണം. തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ തലയുരുത്തി തന്നെ ജീവിക്കണം. ആരെയും പേടിച്ചല്ല ജീവിക്കേണ്ടത്. ഇന്ന് നീ റെസ്റ്റ് എടുക്ക്. പിന്നെയും കുറെ ഉപദേശങ്ങൾ നൽകിയാണ് അമ്മു പോയത്. പിള്ളേരുടെയൊക്കെ അടക്കം പറച്ചിലും കളിയാക്കലും കേട്ട് നന്ദക്ക് പൊട്ടിക്കരയാൻ തോന്നി. ഞാൻ വരുന്നില്ലടി, വീട്ടിൽ പോവാ. അതും പറഞ്ഞ് നന്ദ തിരിഞ്ഞടക്ക ഒരുങ്ങിയത് അമ്മയുടെ കൈ പിടിച്ചു വലിച്ച് ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുപോയി. എന്നാലും നിന്റെ തൊലിക്കട്ടി അപാരം തന്നെ. ഇന്നലെ അത്രയും സംഭവം നടന്നിട്ടും ഇന്നിങ്ങനെ ധൈര്യമായിട്ട് കോളേജിൽ വരാൻ കഴിഞ്ഞല്ലോ, പൂജ ഒരു പുച്ഛത്തോടെ ചോദിച്ചു. ഓഡിറ്റോറിയത്തിലേക്ക് പോകും വഴിയാണ് അവർ പൂജയെ കണ്ടത്. മിസ് കണ്ടോ ആ ലൈബ്രറിയിൽ എന്താണ് നടന്നതെന്ന്? അമ്മു കൈകിട്ടി നിന്ന് അവരോട് ചോദിച്ചു. കാണാൻ എന്തിരിക്കുന്നു, ഒരാണും പെണ്ണും കുറെ നേരം റൂമിനകത്ത് കഥ കടച്ചിരുന്നാൽ തന്നെ അറിഞ്ഞൂടെ എന്താ നടന്നതെന്ന്? അതും പറഞ്ഞ് ഒരു പൂച്ചച്ചിരിയോടെ പൂജ പോയി. CCTVയിലൂടെ എല്ലാം കണ്ടു നിന്ന ആദി ദേഷ്യം കൊണ്ട് വിറച്ചു. നന്ദയുടെ കരഞ്ഞ മുഖം കണ്ടത് അവന്റെ ദേഷ്യം ഇരട്ടിയായി. ആ പെണ്ണുമ്പിള്ള എന്തൊക്കെയോ പറഞ്ഞെന്ന് പറഞ്ഞ് മോങ്ങാൻ നിന്ന നിന്നെ ആ തള്ളിയിരിക്കും, വാ ഇങ്ങോട്ട്. അതും പറഞ്ഞ് അമ്മോളെ വലിച്ചുകൊണ്ടുപോയി ഓഡിറ്റോറിയത്തിലെ ഏറ്റവും ബാക്ക് സീറ്റിലായിരുന്നു. പെട്ടെന്ന് ഓഡിറ്റോറിയം മുഴുവൻ കുട്ടികളെ കൊണ്ട് നിറഞ്ഞു. അടുത്തിരുന്ന കുട്ടികൾ നന്ദയെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കുന്ന കണ്ടതും നന്ദ മുഖം ഡെസ്കിലേക്ക് ചേർത്ത് തലയാഴ്ച കിടന്ന് കണ്ണുകൾ അടച്ചു. അടഞ്ഞ കൺപോളകൾക്കിടയിലൂടെ കണ്ണുനീര് ഒലിച്ചിറങ്ങി. കുറച്ച് നിമിഷത്തിന് ശേഷം സ്റ്റേജിലേക്ക് പ്രിൻസിപ്പളും സഞ്ജയും കയറി വന്നു. പ്രിൻസിപ്പൽ മൈക്കിന്റെ അടുത്തേക്ക് പോയി സംസാരിച്ചു തുടങ്ങി. ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് ഇങ്ങനെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തതിന്റെ കാരണം അറിയാൻ കാത്തിരിക്കുന്നവരായിരിക്കും നിങ്ങളെല്ലാവരും. അതിനെക്കുറിച്ച് പറയാനായി AV ഗ്രൂപ്പ്സിന്റെ മാനേജർ മിസ്റ്റർ സഞ്ജയെ ക്ഷണിച്ചുകൊള്ളുന്നു. സഞ്ജയ് ഒരു പുഞ്ചിരിയോടെ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് മൈക്കിന്റെ അവിടേക്ക് വന്നു. ഹലോ എവരിവൺ, ഇവിടെ ഇങ്ങനെ പെട്ടെന്നൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ്. ഇന്ന് നമ്മുടെ കോളേജിൽ നിന്ന് 2 പേർ വിരമിക്കുകയാണ്. അത് കേട്ടതും സ്റ്റാഫ്സ് എല്ലാം സംശയത്തോടെ തമ്മിൽ നോക്കി. വിരമിക്കാൻ പ്രായമായ ആൾക്കാരൊന്നും സ്റ്റാഫ്സിൽ ഇല്ലായിരുന്നു. അത് ആരൊക്കെയാണെന്ന് ഞാൻ പറയാം. അതറിയുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കാണാനുണ്ട്. അതും പറഞ്ഞ് സഞ്ജയ് പ്രൊജക്ടർ കണക്ട് ചെയ്ത് ഒരു വീഡിയോ പ്ലേ ചെയ്തു. അതിലുള്ള ദൃശ്യങ്ങൾ കണ്ട എല്ലാവരും ഞെട്ടി. അമ്മു കുനിഞ്ഞിരുന്ന നന്ദയെ കുലുക്കി വിളിച്ച് വീഡിയോ കാണിച്ചു കൊടുത്തു. നന്ദയുടെ കയ്യിൽ ബലമായി കിഷോർ പിടിക്കുന്നു. അവൾ കൈ വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഡോർ തുറക്കാൻ പോകുന്നു. കിഷോർ അവളെ തടഞ്ഞു നിർത്തുന്നതായിരുന്നു ആ വീഡിയോയിൽ. ഇപ്പൊ എല്ലാവർക്കും സത്യാവസ്ഥ ബോധ്യപ്പെട്ടല്ലോ. ഇന്നലെ ലൈബ്രറിയിൽ നിന്നും കിഷോറിനെയും ദേവനന്ദയെ ഒരുമിച്ച് കണ്ടെന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കുന്ന പലരും അതൊരു അവിഹിതമാക്കി ആ കുട്ടിയെ സസ്പെൻഡ് ചെയ്തു. ഒരാണും പെണ്ണും ഒരു മുറിയിൽ ഒരുമിച്ച് കുറച്ചു നേരം ഇരുന്നാൽ അവിഹിതമാണെന്നാണ് നിങ്ങളുടെ വിചാരം? സാർ ഈ കോളേജിന്റെ പ്രിൻസിപ്പൾ അല്ലേ, എന്തുകൊണ്ട് CCTV ഫുട്ടേജ് നോക്കിയില്ല? അതവരെ നേരിട്ട് അങ്ങനെ കണ്ടപ്പോ പ്രിൻസിപ്പൾ അത് പറഞ്ഞു. സഞ്ജയ് പുച്ഛത്തോടെ ചുണ്ടുകൊട്ടി. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾ അറിയിക്കാനുണ്ട്. അവൻ ഫോണെടുത്ത ഒരാളെ വിളിച്ചു. ഒരാൾ കിഷോറിനെ കൂട്ടിക്കൊണ്ട് സ്റ്റേജിലേക്കായി വന്നു. കിഷോർ വന്നു പൂജയിൽ ഭയം നിറഞ്ഞു. തന്റെ രഹസ്യങ്ങളെല്ലാം പുറത്തായി എന്നോർത്ത് അവൾ ഭയപ്പെട്ടു. അവളുടെ നെറ്റിയിലെ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു. CCTVയിലൂടെ എല്ലാം വീക്ഷിച്ചെന്ന ആദ്യം ക്രൂരമായി ചിരിവിരിഞ്ഞു. അപ്പൊ മോനെ കിഷോറെ, നിനക്ക് പറയാനുള്ളതെല്ലാം എല്ലാവരും കേൾക്കെ പറഞ്ഞോളൂ. മൈക്കിന്റെ അടുത്തേക്ക് അവനെ പിടിച്ചെടുത്തി സഞ്ജയ് പറഞ്ഞു. പൂജാ മേഡം പറഞ്ഞിട്ടാ ഞാൻ ലൈബ്രറിയിൽ പോയി ദേവനന്ദയെ പൂട്ടിയിട്ട്. അതിന് പ്രതിഫലമായി പൂജാ മേഡം എനിക്ക് കാശും തന്നിരുന്നു. അവർ തന്നെയാ സാർമാരെയും സ്റ്റുഡൻസിനെയും വിളിച്ചു കൂട്ടിയത്. ദേവനന്ദ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പൊ പൂജാ മേഡം ഇവിടേക്കൊന്ന് വന്നേ.
കിഷോർ എല്ലാം പറഞ്ഞു കഴിഞ്ഞു സഞ്ജയ് പൂജ സ്റ്റേജിലേക്ക് വിളിച്ചു. നന്ദയ്ക്ക് കേട്ടതൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പൂജ മേഡത്തിന് തന്നോട് ഇത്ര പക തോന്നാൻ കാരണം എന്താണെന്ന ചോദ്യം അവളുടെ മനസ്സിൽ ഉയർന്നു വന്നു. അവിടെ നിൽക്കാതെ സ്റ്റേജിലേക്ക് വാ പൂജ മേഡം. പൂജ എന്തിയെന്നറിയാതെ ഒരു നിമിഷം പകച്ചു. കൂടെയുള്ളവരുടെ അർത്ഥം വെച്ചുള്ള നോട്ടം കാരണം അവൾ തലതാഴ്ത്തിപ്പോയി. പതിയെ അവൾ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് സ്റ്റേജിലേക്ക് കയറി. ദേവനന്ദ മോഹൻ കൂടി സ്റ്റേജിലേക്ക് കയറി വരേണ്ടതാണ്. സഞ്ജയ് അത് പറഞ്ഞു തന്റെ ക്യാബിലിരുന്ന് കമ്പ്യൂട്ടർ സ്ക്രീനിലൂടെ എല്ലാം വീക്ഷിച്ച് ആദിയുടെ നെറ്റി വിളിഞ്ഞു. പരിപാടി ലൈവായി കാണാനായി കോളേജ് ഓഡിറ്റോറിയത്തിൽ ആദി CCTV ഓഡിയോ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവനെന്തിനാ ദേവി വിളിക്കുന്നത്? ഒന്നാമത് എന്റെ കുഞ്ഞിനെല്ലാം പേടിയാണ്. ആദ്യം മനസ്സിൽ ആലോചിച്ചു. എന്നെന്തിനടി വിളിക്കുന്നേ? നന്ദ അടുത്തിരുന്ന് അമ്മുവിനോടായി ചോദിച്ചു. എനിക്കെങ്ങനെ അറിയാനാ? നീ അവിടെ പോയാലല്ലേ അറിയുള്ളൂ. ചെല്ലടി. എനിക്ക് പേടിയാടി. ദേവനന്ദ പ്ലീസ് കം ടു ദി സ്റ്റേജ്. സഞ്ജയ് വീണ്ടും മൈക്കിൽ കൂടി പറഞ്ഞു. നന്ദയുടെ അടുത്തിരിക്കുന്ന കുട്ടികളെല്ലാം അവളെ നോക്കിക്കൊണ്ടിരുന്നു. എല്ലാവരെയും മുമ്പിൽ വെച്ച് വിളിച്ചല്ലേ, ചെല്ലടി. ദാ എല്ലാവരും നോക്കുന്നു. നന്ദ മുന്നിലേക്ക് നോക്കിയതും സഞ്ജയ് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് കണ്ടത്. അവൾ ശ്വാസം വലിച്ചു വിട്ട് സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് സ്റ്റേജിലേക്ക് നടന്നു. സ്റ്റേജിലേക്ക് കയറി വന്ന നന്ദയെ നോക്കി സഞ്ജയ് പുഞ്ചിരിച്ചു. തിരിച്ച് നന്ദയെ ഒരു പുഞ്ചിരി സമ്മാനിച്ചു. അപ്പൊ സമ്മാനം കൊടുക്കാനുള്ള ആള് വന്നു. സഞ്ജയ് നന്ദയെ നോക്കിയാൽ പറഞ്ഞ ശേഷം അവിടെയുള്ള ടേബിളിന് മുകളിലായിരുന്ന പേപ്പർ എടുത്തു. ദാ ഈ ലെറ്റർ ആദ്യം പൂജ മേഡത്തിന് കൊടുക്കും. നന്ദയുടെ കയ്യിലേക്ക് ഒരു പേപ്പർ നൽകി സഞ്ജയ് പറഞ്ഞു. നന്ദ അതിലെന്താണെന്നറിയാതെ അവൻ നെറ്റി വിളിച്ച് നോക്കി. കൊടുക്കടോ സഞ്ജയ് പറഞ്ഞു. നന്ദ പേപ്പർ പൂജ കൈമാറി. പൂജ ഒരു സംശയഭാവത്തോടെ പേപ്പർ വാങ്ങി. ദാ ഈ പേപ്പർ പ്രിൻസിപ്പൽ സാറിന് കൊടുക്കുക. നന്ദ അതുപോലെ ചെയ്തു. അപ്പൊ രണ്ടുപേർക്കുള്ള സമ്മാനം തന്നിട്ടുണ്ട്. നിങ്ങളുടെ രണ്ടുപേരുടെയും ഡിസ്മിസൽ ലെറ്ററാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. ഇനി മുതൽ AV കോളേജിന് നിങ്ങളുടെ സേവനം ആവശ്യമില്ല. കുട്ടികളെല്ലാം കൈയടിച്ച് ആ വാർത്ത സ്വീകരിച്ചു. സർ ഞാൻ എന്ത് ചെയ്തു? പ്രിൻസിപ്പൽ കുറച്ച് ദേഷ്യത്തോട് ചോദിച്ചു. ഗുഡ് ക്വസ്റ്റ്യൻ. പ്രിൻസിപ്പളായി ഈ കോളേജിൽ തുടരാൻ താങ്കൾക്ക് അർഹതയില്ല. ഒരു കുറ്റത്തിന് ശിക്ഷ വിധിക്കുമ്പോൾ രണ്ടു ഭാഗത്തുനിന്നും ചിന്തിക്കണം. ഇന്നലെ ലൈബ്രറിയിൽ നടന്ന സംഭവത്തിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ CCTV ഫുട്ടേജ് ചെക്ക് ചെയ്താൽ മാത്രം മതിയായിരുന്നു. പ്രിൻസിപ്പളായ തനിക്കതിനുള്ള അധികാരമുണ്ടായിരുന്നു. അതിന് നിൽക്കാതെ താൻ നിരപരാധിയായ ദേവനന്ദക്ക് സസ്പെൻഷൻ നൽകിയില്ലേ? പ്രിൻസിപ്പൽ എന്ന നിലയിൽ നിന്ന് താൻ മറ്റുള്ളവരുടെ വാക്കേട്ട് ഇങ്ങനെ ചെയ്തിട്ടുള്ള ശിക്ഷയാണ് ഈ ഡിസ്മിസൽ. പ്രിൻസിപ്പലിനെ നോക്കി സഞ്ജയ് പറഞ്ഞ ശേഷം മുന്നിലായിരിക്കുന്ന കുട്ടികളെ നോക്കി. കിഷോറിന്റെ സസ്പെൻഷൻ പിൻവലിച്ചു. ഡിസ്മിസ് ചെയ്തതായി എല്ലാവരും അറിയിച്ചുകൊള്ളുന്നു. അതുകൂടാതെ ദേവനന്ദയുടെ സസ്പെൻഷൻ പിൻവലിച്ചിട്ടുണ്ട്. എല്ലാം കേട്ട പൂജ ദേഷ്യം കൊണ്ട് വിറച്ചു. സഞ്ജയ് എന്ത് അധികാരമുണ്ട് എന്നെ ഡിസ്മിസ് ചെയ്യാൻ? ആദിയുടെ ചേട്ടന്റെ ഭാര്യയാണ് ഞാൻ. ആ ആദിയുടെ കോളേജിൽ നിന്ന് പുറത്താക്കാൻ നിനക്ക് അധികാരമില്ല. അതിന് മറുപടിയായി സഞ്ജയ് പുച്ഛത്തോട് ചിരിച്ചു. മേഡം ലെറ്റർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്ക്. ആ ലെറ്ററിൽ സൈൻ ചെയ്തിരിക്കുന്ന ആളുടെ പേര് വ്യക്തമായി കാണാം. ആദിദേവ് വിഷ്ണുവർദ്ധൻ. അതായത് മേഡം പറഞ്ഞ മേഡത്തിന്റെ ഹസ്ബൻഡിന്റെ അനിയൻ തന്നെയാണ്. മേഡത്തിന് ഡിസ്മിസ് ചെയ്യാനുള്ള ലെറ്ററിൽ സൈൻ ചെയ്ത്. അപ്പൊ മേഡത്തിന് പുറത്തേക്ക് പോകാലോ അല്ലേ? അത് കേട്ടതും പൂജ ദേഷ്യം കൊണ്ട് വിറച്ച് പേപ്പർ ചുരുട്ടിയിട്ട് സ്റ്റേജിൽ നിന്നിറങ്ങി. നന്ദ ആ പേര് മനസ്സിൽ ഉരുവിട്ടു. ഡോക്ടർ അല്ലേ അത്? അവളുടെ മനസ്സിൽ പല പല സംശയങ്ങൾ നിറഞ്ഞു. സഞ്ജയ് അവളോട് സീറ്റിൽ പോയിരിക്കാൻ പറഞ്ഞു. നന്ദ തിരിച്ചുപോയി. പുതിയ പ്രിൻസിപ്പൽ ഉടനെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ദേവനന്ദയോട് ഈ കോളേജ് മാനേജ്മെന്റ് പ്രതിനിധി എന്ന നിലയിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. സ്റ്റുഡൻസിൽ നിന്നോ സ്റ്റാഫിൽ നിന്നോ പഠിപ്പിക്കുന്ന അധ്യാപകരിൽ നിന്നോ എന്തെങ്കിലും പ്രശ്നം നേരിടുവാണെങ്കിൽ മാനേജ്മെന്റിനോട് നേരിട്ട് പരാതിപ്പെടാവുന്നതാണ്. അതിനനുസരിച്ചുള്ള നടപടികൾ മാനേജ്മെന്റ് നടത്തിയിരിക്കും. മീറ്റിംഗ് കഴിഞ്ഞതും കുട്ടികളെല്ലാം പുറത്തിറങ്ങി. മിക്ക കുട്ടികളും നന്ദയെ കണ്ടുവന്ന് ക്ഷമ ചോദിച്ചു. നന്ദ അതിനെല്ലാം ഒരു പുഞ്ചിരിയിൽ മറുപടി ഒതുക്കി. ഡി നീ ഇപ്പൊ ഹാപ്പിയായില്ലേ? എല്ലാം കറങ്ങി തെളിഞ്ഞല്ലോ. അമ്മു നന്ദയോടായി ചോദിച്ചു. എന്നാലും പൂജാ മേഡത്തിന് എന്നോട് എന്തായിരിക്കും ഇത്ര ദേഷ്യം? ആ പെണ്ണുപിള്ളക്ക് വട്ട, ഇനി അവിടെ ശല്യം കാണില്ലല്ലോ. അതിനു മറുപടിയായി നന്ദ ഒന്ന് മൂളി. എനിക്ക് അതിലടി മനസ്സിലാവാത്ത കോളേജ് മാനേജ്മെന്റ് ഈ വിഷയത്തിൽ ഇടപെടാനുള്ള ചേതോവികാരം എന്തായിരിക്കും? അമ്മു താടിക കൈകൊടുത്ത് ചോദിച്ചു. അത് ഞാനും ആലോചിച്ചു. അപ്പോഴാണ് ആരോമൽ അവിടേക്ക് വന്നു. ഗുഡ് മോർണിംഗ് സർ. രണ്ടുപേരും അവന് വിഷ് ചെയ്തു. മോർണിംഗ്. നന്ദയ്ക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല സർ. തന്നെ കണ്ട് സോറി പറയാതിരിക്കുമായിരുന്നു ഞാൻ. ഇന്നലെ പെട്ടെന്ന് വന്നൊരു ദേഷ്യത്തിന് പുറത്ത് അടിച്ചു പോയതാ. നന്ദയുടെ കവളിലെ പാടിലേക്ക് നോക്കി ആരോമൽ വിഷമത്തോടെ പറഞ്ഞു. സാറി രക്ഷിച്ചുകൊണ്ടാണല്ലോ ഞാനിവിടെ ജീവനോട് നിൽക്കുന്നത്. അതിന് സാറിനോട് ക്ഷമ ചോദിക്കേണ്ട കാര്യമില്ല. തെറ്റ് എൻ്റെ ഭാഗത്ത്. അളിയ എല്ലാം ഓക്കെ അല്ലേ? മീറ്റിംഗ് കഴിഞ്ഞ് സഞ്ജയ് ആദ്യയുടെ ക്യാബിലേക്ക് വന്ന് ചോദിച്ചു. ആദ്യം എന്തോ കാര്യമായി കമ്പ്യൂട്ടർ സ്ക്രീനിൽ നോക്കുന്നുണ്ടതും സഞ്ജയ് അവനടുത്തായി വന്ന് സ്ക്രീനിലേക്ക് നോക്കി. നന്ദയോട് കാര്യമായി സംസാരിക്കുന്ന ആരോമിലായിരുന്നു ആദിയുടെ ശ്രദ്ധ. ഇവൻ പണിയാവോ? സഞ്ജയ് സ്ക്രീനിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു. ആരോമിന് ദേവയെ ഇഷ്ടമാണ്. അതവൻ്റെ മുഖത്തൊന്ന് വായിച്ചെടുക്കാം. ഇന്നലെ ഹോസ്പിറ്റലിൽ വെച്ച് എനിക്ക് മനസ്സിലായതാണ് ആ കാര്യം. ആദ്യം സ്ക്രീനിൽ കണ്ണുകൾ പതിപ്പിച്ച് പറഞ്ഞു. നന്ദയും അമ്മുവും ആരോമിൽ സംസാരിച്ച് ക്യാൻറ്റീനിലേക്ക് പോകും വഴി ഒരു കല്ല് തട്ടി നന്ദ താഴേക്ക് വീഴാൻ പോയതും ആരോമിൽ അവളെ ചേർത്ത് പിടിച്ചു.
സ്ക്രീനിൽ ആ ദൃശ്യം കണ്ടതും സഞ്ജയ് ആദ്യം ഒന്ന് പാളി നോക്കി. ആദിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ആദി കൂൾ, നിന്റെ പെണ്ണ് വീഴാതിരിക്കാനല്ലേ അവൻ പിടിച്ചത്. ആദ്യം ഒന്നും പറയാൻ സ്ക്രീൻ നോക്കിയിരുന്നു. നന്ദ പെട്ടെന്ന് അവളിൽ നിന്ന് മാറി നിന്നു. ഒരു സ്റ്റാഫ് വന്ന് ആരോപിനെ വിളിച്ച് അവൻ അയാളുടെ കൂടെ പോയി. കിഷോറിന് എന്ത് ചെയ്യാനാ പ്ലാന്? സഞ്ജയ് ചെയറിലേക്കിനും ചോദിച്ചു. സ്ഥിരം പ്ലേസിൽ കൊണ്ടിടും. കമ്പ്യൂട്ടർ സ്ക്രീനിൽ നിന്ന് മിഴികൾ മാറ്റാതെ ആദ്യം പറഞ്ഞു. പൂജ വെറും കളിപ്പാവയല്ലേ. അവിടെ പുറകിൽ നിന്ന് ചരട് വലിക്കുന്നയാൾ വരട്ടെ, അപ്പൊ കൊടുത്തിരിക്കും പണി. അതിന് സഞ്ജയ് എന്ന് അമർത്തി മൂളി ലാപ്പ് ഓൺ ചെയ്തു. ഇമ്പോർട്ടൻ്റ് മെയിൽസിന് റിപ്ലൈ നൽകി. പണികളെല്ലാം കഴിഞ്ഞ് സഞ്ജയ് ആദ്യം നോക്കി. സ്ക്രീനിൽ മിഴികൾ നട്ടിരിക്കുകയാണവൻ. ഇടയ്ക്കിടെ ചെറുപുഞ്ചിരി വിരിയുന്നുണ്ട്. അപൂർവമായി മാത്രമേ അവനിൽ പുഞ്ചിരി കാണാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയും ഒരാൾക്ക് പ്രണയിക്കാൻ കഴിയുമോ? സഞ്ജയ് മനസ്സിലെ ആലോചിച്ചു. ആദ്യമൊന്നും ശ്രദ്ധിക്കാതെ തൻ്റെ ദേവയുടെ ഓരോ ഭാവങ്ങളും നോക്കി കാണുകയായിരുന്നു. പെട്ടെന്ന് റൂമിലേക്ക് വെളിച്ചം കയറിയതും കസേരയിൽ ബന്ധസ്ഥനായിരുന്ന കിഷോർ കണ്ണുകൾ മുറുകെ അടച്ചു. ആദ്യം ഒരു പുഞ്ചിരിയോട് അവൻ്റെ അടുക്കിലേക്ക് നടന്നു. മുന്നിൽ മുഖം മറച്ചു നിൽക്കുന്ന ആളെ കണ്ടതും കിഷോറിന്റെ മനസ്സിൽ ഭയമേറി. അരുണിന്റെ കയ്യിലേക്ക് വാൾ വീശുന്ന ചിത്രം അവന്റെ മനസ്സിലൂടെ കടന്നുപോയി. അവന് നെഞ്ചിരിപ്പ് ഉയർന്നു. എന്താ കിഷോർ, സുഖമല്ലേ? സാർ പറഞ്ഞ പോലെയൊക്കെ ഞാൻ ചെയ്തില്ലേ, പിന്നെ എന്തിനാണ് ഇവിടെ പിടിച്ചു വെച്ചേക്കുന്നത്? ഉള്ളിൽ ഭയമുണ്ടെങ്കിൽ കിഷോർ പറഞ്ഞൊപ്പിച്ചു. അതിനൊരു പൊട്ടിച്ചിരിയായിരുന്നു ആദിയുടെ മറുപടി. നിന്നെ വെറുതെ വിടുമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ മോനെ. എന്റെ പെണ്ണിന്റെ കണ്ണീര് വീഴ്ത്തിയവനെ വെറുതെ വിടാൻ മാത്രം ക്ഷമാശീലം ഉള്ളവനല്ല ഈ ഞാൻ. എന്നൊന്നും ചെയ്യരുത്, ഞാൻ ദേവനന്ദോട് ക്ഷമ ചോദിക്കാം. അതിനാദ്യം പുച്ഛത്തോടെ ചിരിച്ചു. അവൾ ക്ഷമിച്ചാലും ഒരു കാര്യമില്ല. എന്റെ പെണ്ണിനെ വിഷമിപ്പിക്കുന്നവരുടെ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത് ഞാൻ മാത്രമാണ്. അതും പറഞ്ഞ് ആദ്യയോടെ കിടന്നൊരു ലാത്തിയെടുത്ത് കയ്യിലാക്കി. ഈ കൈ കൊണ്ടല്ലേ നീ എന്റെ പെണ്ണിന്റെ കവിളിൽ തലോടിയത്? കിഷോറിന്റെ വലത് കൈയിൽ മുറുകെ പിടിച്ച് ആദ്യം ചോദിച്ചു. കിഷോർ ഭയം കൊണ്ട് വിറച്ചു. അവന്റെ മുഖഭാവം ആസ്വദിച്ച് ആദ്യ കയ്യിലിരുന്ന വടിയെടുത്ത് അവന്റെ വലത് കൈയിലേക്ക് ആഞ്ഞടിച്ചു. കിഷോർ വേദന കൊണ്ട് അലറി. ആദ്യ ഒരു ഉന്മാദഭാവത്തോടെ അവന്റെ വേദന വീക്ഷിച്ചു. എന്റെ പെണ്ണിന്റെ കണ്ണിൽ നിന്ന് വീണ കണ്ണീരിന് പകരം നിന്റെ ഈ കൈ ഞാൻ എടുക്കുക. അതും പറഞ്ഞ് ഒരു വാളെടുത്തവൻ അവന്റെ കൈയിലേക്ക് ആദ്യം വീശി. വേദന കൊണ്ട് അവൻ പിടഞ്ഞു. വെറുതെ വിട്, എന്നെ വെറുതെ വിട്. അവൻ വാൾ മാറ്റി വടിയെടുത്ത് കിഷോറിന്റെ കൈയും കാലും തല്ലിയൊടിച്ച്. വേദന കൊണ്ട് അവൻ പുളഞ്ഞു. ശേഷം ഒരു മരുന്നെടുത്തവൻ അവൻ്റെ ഇടത് കൈയിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് പുറത്തേക്ക് പോയി. ആദി, ഇത് കുറച്ച് കൂടിപ്പോയില്ലേ? പുറത്തേക്ക് ഇറങ്ങി ആദ്യം നോക്കി സഞ്ജയ് ചോദിച്ചു. അതിനാദ്യം സഞ്ജയ് ഒന്ന് ദേഷ്യപ്പെട്ട് നോക്കി. നിനക്ക് എന്തറിയാം അവനെക്കുറിച്ച്? കിഷോർ വേണുഗോപാൽ. അവനെക്കുറിച്ച് ഞാനൊന്ന് അന്വേഷിച്ചു. അച്ഛൻ ഒരു കൂലിപ്പണിക്കാരൻ. ഇപ്പൊ ട്രിവാൻഡ്രം സെൻട്രൽ ജയിലിൽ കിടപ്പുണ്ട്. പൊന്നുപോലെ 2 മക്കളെ വളർത്തിക്കൊണ്ടുവന്നു. ഇളയ മകൾ കാവേരി വേണുഗോപാൽ. ആ പെൺകുട്ടിയുടെ 12-ാം വയസ്സിൽ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. ഉത്തരവാദി അകത്ത് കിടക്കുന്ന കിഷോർ. അത് കണ്ടു നിന്ന അമ്മയെ അവൻ ക്രൂരമായി പീഡിപ്പിച്ചു. കാവേരി അന്ന് തന്നെ മരണപ്പെട്ടു. പണം എറിഞ്ഞവൻ തെളിവുകളെല്ലാം അച്ഛനെതിരാക്കി. മക്കൾക്ക് വേണ്ടി ജീവിച്ച ആ മനുഷ്യൻ സെൻട്രൽ ജയിലിൽ കിടപ്പുണ്ടപ്പോഴും അമ്മ മെന്റൽ ഹോസ്പിറ്റലിൽ. ഇവനെപ്പോലുള്ളവന്മാരാ ഈ ഭൂമിക്ക് തന്നെ ഭാരം. സ്വന്തം പെങ്ങളെ പീഡിപ്പിച്ച് കൊന്നവനാണവൻ. ഇവന് ഞാൻ കൊടുത്ത ശിക്ഷ അതിനും കൂടി വേണ്ടിയിട്ടാണ്. പിന്നെ സഞ്ജയ് ഒന്നും പറഞ്ഞില്ല. എന്തു ചെയ്യണവനെ? മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്. ഇനി അവൻ്റെ മാനസിക നില അങ്ങനെയായിരിക്കും. അതിനുള്ള മരുന്ന് ഞാൻ ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ പെണ്ണിനെ അപമാനിക്കാൻ ശ്രമിച്ചവൻ മാനസിക രോഗിയെ ആശുപത്രി കിടക്കട്ടെ. അതും പറഞ്ഞ് ആദി പോയി. ആദിയുടെ കാറ് വലിയൊരു ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറി. കാർ പോർച്ചിൽ പാർക്ക് ചെയ്തവൻ വീട്ടിലേക്ക് പ്രവേശിച്ചു. ആദി റൂമിലേക്ക് പോവുകയായിരുന്ന ആദി വലിയ രാമകൃഷ്ണന്റെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. എന്താ വലിച്ച? നീ എന്തൊക്കെയാണ് ആദി കോളേജിൽ കാണിച്ചു കൂട്ടിയത്? പൂജ മോൾ ഡിസ്മിസ് ചെയ്തത് എന്തിനാ? ഷീ ഈസ് നോട്ട് എലിജിബിൾ ഫോർ ദാറ്റ് പോസ്റ്റ്, സോ ഐ ഡിസ്മിസ്ഡ് ഹെർ. കൈലാസം വീട്ടിലെ മരുമകളല്ലേ പൂജ. അപ്പൊ അവൾക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയെങ്കിൽ നീ ക്ഷമിക്കല്ലേ വേണ്ടത്? ഡിസ്മിസ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. നാളെ തന്നെ പൂജയെ റീഅപ്പോയിന്റ് ചെയ്യണം. ഈ വീട്ടിലെ മരുമകളാണ് പൂജ എന്നും പറഞ്ഞ് സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കാൻ എനിക്കാവില്ല. കൈലാസംകാരുടെ സ്വത്തുവകയിൽ ഉൾപ്പെടുന്നതല്ല AV കോളേജ്. ആദിദേവ് വിഷ്ണുവർദ്ധൻ എന്ന ഞാൻ മാത്രമാണ് അതിൻ്റെ ഓണർ. സോ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വരണ്ട. അവിടെ എന്ത് നടക്കും നടക്കില്ലെന്ന് തീരുമാനിക്കുന്നത് ഞാനാ. ഇനി പൂജാഭിറാമിനെ AV കോളേജിൽ ആവശ്യമില്ല. വലിയൊരു ബിസിനസ്സുകാരനായതിൻ്റെ അഹങ്കാരമല്ല നിനക്ക്? രാമകൃഷ്ണന്റെ ഭാര്യ രാധിക ദേഷ്യത്തോടെ ചോദിച്ചു. അതെ, അത് തന്നെയാണ് വലിയ കാരണം. ആദ്യ ഒരു പുച്ഛത്തോടെ പറഞ്ഞു. അച്ഛാ, ഇവൻ പറയുന്നത് കേട്ടില്ലേ? അവിടേക്ക് വന്ന രാമഭദ്രനെ നോക്കി രാധിക പറഞ്ഞു.
ആദ്യം ഒന്നും കാണാതെ പൂജയെ ഡിസ്മിസ് ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവൾക്ക് ജോലി അത്രയ്ക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ കൈലാസ സ്കൂളിൽ കയറട്ടെ. ആദിയുടെ മുത്തശ്ശൻ രാമഭദ്രൻ പറഞ്ഞു. ആദിയെല്ലാം വീക്ഷിച്ചെന്ന പൂജയെ നോക്കി പുച്ഛിച്ചിരിച്ച് മുകളിലേക്ക് കയറിപ്പോയി. കൈലാസം വീട്ടിൽ രാമഭദ്രൻ സുഭദ്രയ്ക്ക് 3 മക്കൾ. മൂത്ത മകൻ രാമകൃഷ്ണൻ, ഭാര്യ രാധിക. അവർക്ക് 2 മക്കൾ, അഭിറാം, ഭാര്യ പൂജ. അഭിറാം ഡോക്ടറാണ്. ഇളയ മകൾ അഭിരാമി എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആണ്. രണ്ടാമത്തെ മകൻ വിഷ്ണുവർദ്ധൻ, ഭാര്യ വസുന്ധര. ഒരേ ഒരു മകൻ ആദിദേവ് വിഷ്ണുവർദ്ധൻ. ആദിയുടെ കുഞ്ഞിലെ ഒരു ആക്സിഡന്റിൽ വിഷ്ണുവർദ്ധനും വസുന്ധരയും മരണപ്പെട്ടു. മൂന്നാമത്തെ മകൾ വൈഷ്ണവി, ഭർത്താവ് കൃഷ്ണദത്ത്. മക്കളൊന്നുമില്ലാത്ത അവർ വിഷ്ണുവർദ്ധന്റെയും വസുന്ധരയുടെയും മരണശേഷം ആദിയെ പൊന്നുപോലെ വളർത്തി. ആദി റൂമിലെത്തി ഫ്രഷ് ആയ ശേഷം കട്ടിൽ പോയി കിടന്നു. അപ്പോഴാണ് വൈഷ്ണവി അവിടേക്ക് വന്ന്. ആഹാരമൊന്നും വേണ്ടേ മോനെ? അവന്റെ തലയിലായി തലോടി അവർ ചോദിച്ചു. പുറത്തുനിന്ന് കഴിച്ചമ്മ. അതും പറഞ്ഞവൻ അവരുടെ മടിയിലേക്ക് കയറി കിടന്നു. വൈഷ്ണവി ഒരു പുഞ്ചിരിയോടെ അവന്റെ തലയിലായി തലോടി. ഇങ്ങനെ പോവാനാണോ നിന്റെ തീരുമാനം? വിവാഹപ്രായമായി കേട്ടോ. അതിന് ആദ്യം അവരെ നോക്കിയൊന്ന് കണ്ണിച്ചിമ്മി കാണിച്ചു. നമുക്കുടനെ നടത്തിക്കളെ, ആദ്യം ഒരു കുറുമ്പോടെ പറഞ്ഞു. അതിന് നിന്റെ ഇഷ്ടം ആ കുട്ടിയോട് നീ പറഞ്ഞില്ലല്ലോ. പറയാമ്മ. പിന്നെയും കുറെ വിശേഷങ്ങൾ ആ അമ്മയും മകനും സംസാരിച്ച്. അവൻ ഉറങ്ങുന്നവരെ അവരവന്റെ തലയിലായി തലോടിക്കൊണ്ടിരുന്നു. രാത്രി റൂമിലിരുന്ന് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നന്ദക്ക് അമ്മുവിന്റെ കോൾ വന്ന്. ഹലോ അമ്മു. ഡീ നന്ദ, നീ അറിഞ്ഞോ? എന്തറിഞ്ഞോന്ന്? ഡീ ആ കിഷോറില്ലേ, അവന് വട്ടായി. നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്ന അമ്മു? പഠിച്ച് നിന്റെ ബോധം പോയോ? സത്യടി, നിനക്ക് രമ്യ ചേച്ചി അറിയില്ലേ, എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മോള്? ആ അറിയാം. ചേച്ചിയും ചേട്ടനും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി പുറത്തുപോയി ഭക്ഷണം കഴിച്ച് ഹോട്ടലിൽ നിന്ന് ഇറങ്ങാൻ നേരം കിഷോർ ആ ഹോട്ടലിലെ മാനേജറായിട്ട് ഭയങ്കര ഉടക്ക്. ആദ്യം അവൻ്റെ വേഷരൂപം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല. പിന്നെ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് കിഷോറാണെന്ന് മനസ്സിലായത്. എന്നാൽ അവനെങ്ങനെ പെട്ടെന്ന് വട്ടായിന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ദേഹത്തെല്ലാം മുറിവാ, ഡ്രസ്സെല്ലാം കീറിയിരിക്കുക. എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞ് നടക്കുന്നുണ്ട്. ഹോട്ടലിലുള്ള ഒരു മെന്റൽ ഹോസ്പിറ്റൽ വിളിച്ചു പറഞ്ഞു. ഉടൻ തന്നെ അവിടുന്ന് വണ്ടി വന്ന് അവനെ കയറ്റിക്കൊണ്ടുപോയി. അവരുടെ കയ്യിൽ നിന്ന് ചാടി വന്നാണെന്നാ ആശുപത്രിക്കാർ പറയുന്നത്. കേട്ടതൊന്നും നന്ദയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഒരാൾക്ക് പെട്ടെന്ന് പ്രാന്താവൂ? നീ ചുമ്മാ പറയണമോ? ഞാൻ നിനക്ക് വീഡിയോ വാട്സാപ്പ് ചെയ്തിട്ടുണ്ട്, എടുത്ത് നോക്ക്. എന്നാലും അവൻ പെട്ടെന്ന് അതിന് ഇങ്ങനെയായി. നന്ദയുടെ ഉള്ളിലും ആ ചോദ്യം നിറഞ്ഞു. ഫോൺ കട്ടായതും നന്ദ വാട്സാപ്പ് ഓപ്പൺ ചെയ്തു അമ്മ അയച്ചെന്ന വീഡിയോ നോക്കി. കീറി പറഞ്ഞ് ഷർട്ട് ഇട്ട ഒരാളോട് തട്ടിക്കയറുന്നൊരു വീഡിയോ ആയിരുന്നത്. ദേഹത്തെ മുറിവുകളിൽ നിന്ന് ബ്ലഡ് ഒഴുകുന്നുണ്ട്. നന്ദയുടെ മനസ്സിൽ പല സംശയങ്ങൾ ഉയർന്നു വന്നു. ഇന്നലെ തന്നെ കുറ്റക്കാരിയാക്കിയവനാണിവൻ. ഇന്ന് അവൻ സത്യം കോളേജിൽ വന്ന് പറയണമെങ്കിൽ അതിന് പിന്നിൽ ആരെങ്കിലും കാണില്ലേ? അതുകൂടാതെ ഇന്നവൻ ഈ അവസ്ഥയിലും. അന്ന് അരുണന്റെ കയ്യിൽ കയറി പിടിച്ച അടുത്ത ദിവസമാണ് അവന്റെ കൈ വെട്ടിമാറ്റിയത് പത്രവാർത്തയിൽ കണ്ടത്. ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടർ അപമര്യാദയുടെ പെരുമാറിയ അടുത്ത ദിവസം ആ ഡോക്ടർ ഡിസ്മിസ് ചെയ്തു. എല്ലാ സംഭവങ്ങളും മനസ്സിൽ കൂടി ആലോചിച്ചപ്പോൾ നന്ദയുടെ ഉള്ളിൽ ഭയമേറി. എന്റെ പുറകിൽ ഒരാൾ ഉണ്ടെന്നല്ലേ അതിനർത്ഥം? അയാളുടെ ഉദ്ദേശം എന്തായിരിക്കും? അന്ന് ഹോസ്പിറ്റൽ ബില്ല് അടിച്ച് സഹായിച്ച അയാളായിരിക്കുമോ? മാല എടുത്തു തന്ന അയാളാണോ? ഞാൻ കാരണമാണോ ഭഗവാനെ കിഷോറിനായിരുന്ന അവസ്ഥ വന്നത്? ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ അവൾക്ക് ചുറ്റും നിറഞ്ഞു നിന്നു.